ഹലോ, ഗുഡ് ഈവനിങ്. അടുത്ത ആഴ്ചത്തേക്കുള്ള കുറച്ച് സ്റ്റോക്കുകളും നമ്മുടെ നിഫ്റ്റിയുടെ അനാലിസിസുമായിട്ടാണ് ഈ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ വ്യൂ എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നിഫ്റ്റി നമുക്കിവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്കൗട്ട് തന്നു, ശേഷം ഒരു പുൾ ബാക്ക് തന്നു. ജസ്റ്റ് നിഫ്റ്റി ഒന്ന് മുന്നോട്ട് പോയി നിഫ്റ്റി തിരിച്ച് ഒരു പുൾ ബാക്ക് തന്നേക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 10-20 EMAയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആണെന്ന് കൺസിഡർ ചെയ്താൽ ഞാൻ ഈ വീക്ക് അല്പം നിഫ്റ്റി ബുള്ളിഷ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എബോവ് 25,000 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി കൂടുതൽ ബുള്ളിഷ്നെസ്സും, എബോവ് 24,000 താഴെയാണെങ്കിൽ 24,500 താഴെയാണെങ്കിൽ ബേറിഷ്നെസ്സും ആയിരിക്കും നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടാവുക. സോ കോഷ്യസ് ആയിട്ടിരിക്കുക. കോവിഡിൻ്റെ പുതിയ വകഭേദം ഇന്ത്യയിൽ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാക്കിൻ്റെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ പാക്കിൻ്റെ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു തുടക്കത്തിലുള്ള പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തൊരു ക്രൈസിസ് വരുന്നുണ്ട്. COVID-19 ഇഷ്യൂസ് വരുന്നുണ്ട്. സോ നമുക്കതെങ്ങനെ മാർക്കറ്റിലേക്ക് ബാധിക്കുമെന്ന് നിലവിൽ അറിയത്തില്ല. സോ എന്തായാലും എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ കോഷ്യസ് ആയിട്ടിരിക്കുക. ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രമിക്കുക. കൃത്യസമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 3 സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ്. TD പവർ, ഇൻഡിഗോ ആൻഡ് ത്രിവേണി ടർബൈൻസ്. ഈ 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ജസ്റ്റ് എൻ്റെ ഫണ്ടമെൻറ്റൽസും പിന്നെ ഈ സ്റ്റോക്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മൂവ്മെൻറ്റിന് എന്താണ് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. TD പവർ സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻറ്റൽസ്, TD പവർ സിസ്റ്റം കമ്പനി എന്താണ് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് വരാം. ഇത് സ്ക്രീനർ വഴി നമുക്ക് ഈ കമ്പനിയെ പറ്റിയൊക്കെ വളരെ ധാരണ കിട്ടും. ഇപ്പോൾ TD പവർ സിസ്റ്റം എന്താണ്, ഈ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. മാർക്കറ്റ് ക്യാപ്പ് 7,601 crore ആണ്. ഈ കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ, TD പവർ സിസ്റ്റം ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് AC generators and electric motors for various applications which are specifically designed to suit the needs of customer based on the requirements and specifications. ഇത് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. AC ജനറേറ്റേഴ്സും ഇലക്ട്രിക് മോട്ടോഴ്സും മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഫോർ കസ്റ്റമർ ബേസ്ഡ് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമർ ബേസ്ഡ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് TD പവർ സിസ്റ്റംസ്. കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇത് ജനറേറ്റേഴ്സാണ്. കമ്പനി മാനുഫാക്ചേഴ്സ് ജനറേറ്റേഴ്സ് കാറ്ററിംഗ് ടു കൺവെൻഷണൽ ആൻഡ് റിന്യൂവബിൾ ഫ്യൂൽ ബേസ്ഡ് പവർ പ്ലാന്റ്സ്. Its output capacities range from 1 megawatt to 200 megawatt for steam gas turbines and up to 35 megawatt for hydro, up to 20 megawatt for diesel and gas engines and customized ratings for wind turbines. ടോട്ടലി ഇതൊരു റിന്യൂവബിൾ എനർജി സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഡിംഗ് മാനുഫാക്ചറർ ഓഫ് AC ജനറേറ്റേഴ്സ് ഡെലിവറിങ് അക്രോസ് ദ സ്പെക്ട്രം ഫോർ 1 to 250 megawatt. ഇവിടെ പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ് വരുന്നത് AC ജനറേറ്റേഴ്സിൽ നിന്നാണ്. 63% കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഇവർക്ക് വരുന്നത്. അതായത് 57% ആയിരുന്നു ഫിനാൻഷ്യൽ ഇയർ 2022 ഇവിടെ വരുമാനം എന്ന് പറഞ്ഞാൽ AC ജനറേറ്റേഴ്സിൽ നിന്നും 57%. അത് 2024 ആയപ്പോഴത്തേക്ക് 63% സ്പെയർസ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റവന്യൂ 18% പക്ഷേ അതിലിത്തിരി കുറവുണ്ട്. 2022 20% ആയിരുന്നു, 2024 ആയപ്പോഴത്തേക്ക് 18% ആയിരുന്നു. ഓക്കെ, ജിയോഗ്രഫിക്കൽ സ്പ്ലിറ്റ്. As of financial year 2024, company has installed 6,300 generators across 103 countries. 103 കൺട്രീസിലായിട്ട് നമ്മുടെ TD പവർ സിസ്റ്റംസ് ജനറേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 59%. ആൻഡ് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ 41% ആണ്. കീ പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ 500 ഗ്യാസ് എൻജിൻ ജനറേറ്റേഴ്സ് അവർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് പല മാനുഫാക്ചറേഴ്സിനായിട്ടും ജിയോ തെർമൽ ജനറേറ്റേഴ്സ് അവർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഓർഡർ ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പോർട്ട്സ് 40% ആണ്. പിന്നെ റെയിൽവേസിന് അവർ ചെയ്യുന്നത് 35% ആണ്. ഡൊമസ്റ്റിക് അല്ലാതെയുള്ള സർവീസ് ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് 22% ആണ്. മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ഉള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലാണ്. ഡെഡിക്കേറ്റഡ് ലാർജ് ജനറേറ്റർ മാനുഫാക്ചറിങ് യൂണിറ്റ്. അഡീഷണലി ഇറ്റ് ഹാസ് ഫെസിലിറ്റി ലൊക്കേറ്റഡ് ഇൻ ടർക്കിയിലും അവർക്ക് ഒരു ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, CapEx. In financial year 2024, company acquired 15 acres of land in Karnataka to set up a third facility to manufacture electric generators. കർണാടകയിൽ 15 ഏക്കർ അവർ വാങ്ങിയിട്ടുണ്ട്. മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ വാങ്ങിയിരിക്കുന്നത്.
ഓക്കെ, ഇതാണ് കമ്പനിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. കമ്പനിയുടെ പ്രോസ് പറയുന്നുണ്ട് ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. കമ്പനി ഹാസ് ഡെലിവർ ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഓഫ് 55.6% CAGR ഫോർ ലാസ്റ്റ് 5 years. പ്രൊമോട്ടർ ഹോൾഡിംഗ് ലോ ആണ്. ആൻഡ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്, അതൊരു കോൺ തന്നെയാണ്. ഓക്കെ, ഇവിടെ പ്രധാന എന്താ പറയുക എതിരാളികൾ സൈമൻസ്, CG പവർ, BHEL, സുസ്ലോൺ എനർജി, വാർ എനർജീസ് ഒക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ്. നമുക്കിതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ 348 ആയിരുന്നു, ഡിസംബറിൽ 350. വലിയ വ്യത്യാസമില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 65 കോടി, അത് 61 ആയിരുന്നു ഡിസംബറിൽ. ഇറ്റ്സ് ഫൈൻ. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരിക്കും. സെയിൽസ് കൂട്ടിയിട്ടുണ്ട്, 1279 ആണ് അവർ സെയിൽസ് കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 40 crores ആണ് വന്നേക്കുന്നത്. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷനാണ്, കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ നോക്കത്തുള്ളൂ. പ്രൊമോട്ടർ ഹോൾഡിംഗ് 33% ആണ് മാർച്ചിൽ. ആണ് ഞാൻ പറഞ്ഞത് പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ടെന്ന്. FIAs 19% ആണ്. പക്ഷേ FIAസിൻ്റെ ഷെയർ ഹോൾഡിംഗ് കുറച്ച് കൂടിയിട്ടുണ്ട്. DIAs 24% ആണ്, DIAസും കുറച്ചിട്ടുണ്ട്. പബ്ലിക് ഓൾമോസ്റ്റ് 22% ആണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ സാധാരണക്കാരൊക്കെ 22% ഷെയർ ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. TD പവർ സിസ്റ്റത്തിൻ്റെ മന്ത്ലി ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ് ആദ്യം ഒന്ന്. ഓക്കെ, നമുക്കറിയാം ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയതിന് ശേഷം മാർക്കറ്റ് ഒരു കറക്ഷൻ തന്നിരുന്നു, തിരിച്ച് മാർക്കറ്റ് ഒരു ബുൾറൺ തന്നായിരുന്നു. വീക്ക്ലിയിൽ ഏകദേശം നല്ലൊരു ക്ലോസിങ് തന്നു. തികച്ച് ഡേ ടൈം ഫ്രെയിമിൽ അത് റീടെസ്റ്റിലേക്ക് തിരിച്ചെത്തി. ആൻഡ് നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാൻ ഞാനിത് റീടെസ്റ്റ് ആയിട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻ നോക്കുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ട് എന്തായാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് 453 ആയിരിക്കും, ടാർഗറ്റ് 550 ആയിരിക്കും. ആൻഡ് ഇഫ് മാർക്കറ്റ് സപ്പോർട്ട്സ് ഞാനത് ട്രയൽ ചെയ്ത് 650 വരെ കൊണ്ടുപോകാൻ നോക്കും. ഓക്കെ, സിമ്പിൾ ചാർട്ടാണ്. പക്ഷേ ഇതിലൊരു കൺസേൺസ് എപ്പോഴും ഉണ്ടാവും. നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടാവും, ഈ ട്രെൻഡ് ലൈനിലേക്ക് പുൾ ബാക്ക് ഉണ്ടാവാം. സോ അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. സോ ബി കെയർഫുൾ. നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് സ്റ്റോക്ക് വിലയിരുത്തുക. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ ആണ്. ഇൻഡിഗോയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമുക്ക് ഇൻഡിഗോയുടെ ഒന്ന് ഫണ്ടമെൻറ്റൽസും ഇൻഡിഗോ കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റി ഒന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വരാം. സോറി, ഇന്റർഗ്ലോബ് ഏവിയേഷൻസ്, അവിടെ മാർക്കറ്റ് ക്യാപ്പ് 2,13,353 കോടിയാണ്. ഇൻഡിഗോ ലാർജ് ക്യാപ് സ്റ്റോക്കാണ്, അറിയാം. ഇൻഡിഗോയുടെ ബിസിനസ്സിനെ പറ്റി നമുക്ക് നോക്കി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഈസ് ഇന്ത്യസ് ലാർജസ്റ്റ് പാസഞ്ചർ എയർലൈൻ ഓപ്പറേറ്റിംഗ് ആസ് എ ലോ കോസ്റ്റ് കാരിയർ സെർവിംഗ് 86 ഡെസ്റ്റിനേഷൻസ് ഇൻക്ലൂഡിംഗ് 24 ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ എയർലൈൻ ഓപ്പറേറ്ററാണ് നമ്മുടെ ഇൻഡിഗോ എന്ന് പറയുന്ന സ്ഥാപനം. ലോ ഫെയർ ആണ്, ടൈം ഫ്ലൈറ്റ്സ് ആൻഡ് ഹേസൽ ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിഗോ കമൻസ്ഡ് ഓപ്പറേഷൻസ് ഇൻ August 2006 വിത്ത് സിംഗിൾ എയർക്രാഫ്റ്റ് ആൻഡ് ഗ്രോൺ ടു ഫ്ലീറ്റ് 260 എയർക്രാഫ്റ്റ്. 2006 പ്രവർത്തനം തുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു എയർക്രാഫ്റ്റാണ്. ഇന്നത് 262 എയർക്രാഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ബാക്കി ബിസിനസ്സിനെ കുറിച്ചൊന്ന് വായിച്ചു പോകാം നമുക്ക്. മാർക്കറ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ 62% ഇന്ത്യൻ ഏവിയേഷൻ സെഗ്മെൻറ്റിൽ 62% ഇന്ത്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ബിസിനസ് അത്രയും വലുതാണ്. 2007 ശേഷം ഓരോ വർഷവും ഷെയർ കൺസിസ്റ്റൻ്റ്ലി അവർ ഗ്രോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം ദ 7th ലാർജസ്റ്റ് എയർലൈൻ ഇൻ ദ വേൾഡ് മെഷേർഡ് ബൈ ഡെയിലി ഡിപ്പാർച്ചേഴ്സ് ആൻഡ് ദ ഫസ്റ്റ് ഇന്ത്യൻ എയർലൈൻ വിത്ത് എ ലാർജ് ഫ്ലീറ്റ് ഓഫ് 300+ എയർക്രാഫ്റ്റ്. ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് 300-ലധികം ഫ്ലീറ്റുള്ള അല്ലെങ്കിൽ എയർലൈൻസ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ്. ലോകത്തിലെ തന്നെ 7th ലാർജസ്റ്റ് എയർലൈൻ കൂടിയാണ്. ഓക്കെ, റവന്യൂ അവർക്ക് കിട്ടുന്ന പ്രധാന റവന്യൂ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടിക്കറ്റാണ്. 94% ടിക്കറ്റ് സെയിലിൽ നിന്നാണ് വരുന്നത്. കാർഗോ സർവീസിൽ നിന്ന് 3% ആണ്. മാർജിൻ ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇൻ ഫിനാൻഷ്യൽ 2024 കമ്പനീസ് മാർജിൻ ഇംപ്രൂവ് ടു 24% to 13% ഇൻ ഫിനാൻഷ്യൽ ഇയർ 2023 വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് 2024 25% ഉയർത്തിയിട്ടുണ്ട്, 13% നിന്ന്. ഇപ്പം നിലവിൽ 67 എയർക്രാഫ്റ്റ്സ് അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ബാക്കി അവിടെ ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. 9 പാസഞ്ചർ എയർക്രാഫ്റ്റ് ആഡഡ് ഇൻ 2024. 2024 9 പാസഞ്ചർ എയർക്രാഫ്റ്റ് അവർ വാങ്ങിയിട്ടുണ്ട്. എക്സ്പാൻഷൻ ബിസിനസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കമ്പനി പ്ലേസ് ഇൻ ഓർഡർ ഓഫ് 500 എയർബസ് ആൻഡ് A320 ഫാമിലി എയർക്രാഫ്റ്റ്. നമുക്ക് ഇതൊരു വലിയ വാർത്തയായിരുന്നു, നമുക്കറിയായിരുന്നു.
കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു 2024 കമ്പനി ഇൻഡിഗോ ഒരു 500 എയർബസ് A320 ഫാമിലി എയർക്രാഫ്റ്റിന് വേണ്ടി ഓർഡർ കൊടുത്തിരുന്നു. ഇൻഡിഗോയുടെ തന്നെയാണ് ലാർജസ്റ്റ് ഓർഡർ ആയിരുന്നു. എനിക്കൊന്ന് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയൊരു ലാർജസ്റ്റ് ഓർഡർ തന്നെയായിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഓർഡേഴ്സിൽ ഒന്നായിരുന്നു ഇൻഡിഗോ കഴിഞ്ഞ പ്ലേസ് ചെയ്ത ഓർഡർ. 2035 വരെ 1000 എയർക്രാഫ്റ്റ് അവിടെ പെൻഡിങ് കിടപ്പുണ്ട് ഡെലിവറി ആയിട്ട്. ഓക്കെ, കമ്പനിയിൽ ഓൾമോസ്റ്റ് 88 ഡൊമസ്റ്റിക് ആൻഡ് 33 ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസിലാണ് അവരുടെ ബിസിനസ് ഉള്ളത്. അവർ ട്രാവൽ ചെയ്യുന്നത്, ഓൾമോസ്റ്റ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അടുത്തിനി കമ്പനിയുടെ ജസ്റ്റ് ഒന്ന് ഫിനാൻഷ്യൽസിലേക്ക് ഓടിപ്പോൾ. പിന്നെ അവിടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെങ്കിൽ നമുക്കറിയാം. സ്പൈസ് ജെറ്റ് ആണ്, എഫ്കോം, ഗ്ലോബൽ വെക്ടറൊക്കെയാണ് അവിടെ ഒരു കോമ്പറ്റീറ്റേഴ്സ് അവിടെ ബിസിനസ്സിൽ. സെയിൽസ് 22,152 crores ആണ്, ബെറ്ററാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 6,082, അതും ബെറ്ററാണ്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാർച്ച് 2025 24,065 എല്ലാം നമുക്ക് വിസിബിൾ ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് സ്റ്റേബിളാണ്, 49.20%, 27%. FIAs സ്റ്റേബിളാണ്, 24.83% നിന്ന് 25.12% FIAs കൂട്ടി. DIAs എന്ന് പറഞ്ഞാൽ 24.83% നിന്ന് അവർ 25.12% DIAs കൂട്ടി. പബ്ലിക് ഓൾമോസ്റ്റ് ഒരു 4.88 ഷെയർ മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതും കൂടിയിട്ടുണ്ട്, 4.69% നിന്നാണ് 4.88% മാറിയത്. അപ്പോൾ ഇന്ത്യയുടെ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോവാം. മന്ത്ലി ചാർട്ട് നോക്കിയാലും ഇൻഡിഗോയും ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഒരു ഹയർ ഹൈ ഫോർമേഷനിലാണ് പോകുന്നത്. വീക്ക്ലി ഡെയിലി ഫോർ സ്റ്റഡി പർപ്പസിലാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ എനിക്കൊരു കൺസേൺ ഉള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ട് ഈ ഒരു റേഞ്ചിലേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇഫ് നോട്ട്, ഈ സ്റ്റോക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഡിഗോയിൽ ഓൾമോസ്റ്റ് ഒരു പാറ്റേണും കൂടെ മിസ് ചെയ്യുന്നുണ്ട്, ഒരു ഡാർബാക്സ് കൈൻഡ് ഓഫ് പാറ്റേൺ ഉണ്ട്. സോ ഈ ബ്രേക്ക് ഈ ഏരിയയിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 5,130 ഈ റേഞ്ച് അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് വരും. സോ ഇഫ് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ സ്റ്റോക്കിൽ ട്രേഡ് എടുക്കും. എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഞാനിവിടെ വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് വിലയിരുത്തുക. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ട്രിവേണി ടർബൈൻ. അപ്പോൾ ട്രിവേണി ടർബൈൻ്റെ നമുക്കൊന്ന് ഫണ്ടമെൻ്റൽസും കമ്പനിയെ പറ്റി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചാർട്ടിലേക്ക് വരാം. ട്രിവേണി ടർബൈൻ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 18,489 crores ആണ്. ട്രിവേണി ടർബൈൻ്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൈമറിലി എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഓഫ് മാനുഫാക്ചർ ആൻഡ് സപ്ലൈ ഓഫ് പവർ ജനറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്. ഇതെല്ലാം റിന്യൂവബിൾ എനർജി സെക്ടറിൽ തന്നെ വരുന്ന ഒരു കമ്പനിയാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് പവർ ജനറേറ്റ് എക്യുപ്മെൻറ്റ്സിൻ്റെ സപ്ലൈയും മാനുഫാക്ചറിങ് ആണിത്. ഡിവിഷൻ ഓഫ് ത്രിവേണി എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ സബ്സിഡറി ആയിട്ടാണ് വന്നിരുന്നത്. ശേഷം അവർ ഡീമർജ് ചെയ്ത് പോയതാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് അവർ ബിസിനസ് തുടങ്ങിയതാണ്. ശേഷം ഇൻഡസ്ട്രിയൽ സ്റ്റീം ടർബൈൻസിൻ്റെ ലാർജസ്റ്റ് മാനുഫാക്ചറാണ്. ഇപ്പോൾ ലീഡിങ് ഒരു കമ്പനിയിൽ തന്നെ ഉള്ളതാണ്. അവർ ഇൻഡസ്ട്രിയൽ ക്യാപ്റ്റീവ് ആൻഡ് റിന്യൂവബിൾ പവറിൽ സെർവിങ് ഇൻഡസ്ട്രി സെക്ടേഴ്സ് ബയോമാസ്, വേസ്റ്റ് ടു എനർജി ആൻഡ് വേസ്റ്റ് എനർജി പർപ്പസ്. ടർബൈൻ സൊല്യൂഷൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നമുക്കൊന്ന് വായിച്ചു പോകാം. ഇൻഡസ്ട്രിയൽ സ്റ്റീം ടർബൈൻസ് അപ് ടു 100 MW, റിന്യൂവബിൾ പവർ ടർബൈൻസ്, ബയോമാസ്, വേസ്റ്റ് ടു എനർജി, വേസ്റ്റ് ഹീറ്റ് റിക്കവറി, ജിയോ തെർമൽ, ഇതൊക്കെ നമ്മുടെ ബിസിനസ് ഏരിയാസ്. ആഫ്റ്റർ മാർക്കറ്റ് സർവീസ് ഉണ്ട്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് അവർ ചെയ്യുന്നുണ്ട്, ലോങ് ടേം സർവീസ് അഗ്രിമെൻറ്റ്സ് അവർ കൊടുക്കുന്നുണ്ട്, അപ്ഗ്രേഡ്സ് ആൻഡ് റീഫർബിഷ്മെൻറ്റ്സ് ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻ 30 to 100 MW മാർക്കറ്റ് ത്രിവേണി ഈസ് വൺ ഓഫ് ദ ടോപ്പ് 3 സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. 30 to 100 MW മാർക്കറ്റിൽ ത്രിവേണി ടോപ്പ് 3 ഒരു കമ്പനിയായിട്ടാണ് വരുന്നത്. റവന്യൂ ബിഫിർക്കേഷൻ ഈക്വൽ ടു പ്രൊഡക്റ്റ് റവന്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് 66%. അവിടെ ആഫ്റ്റർ മാർക്കറ്റ് റവന്യൂ 34% ആണ്. മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളത് ബംഗളൂരുവിലാണ്. ആൻഡ് 600 സ്റ്റീം ടർബൈൻസ്, അതായത് 6,000+ സ്റ്റീം ടർബൈൻസ് അവർ 80 രാജ്യങ്ങളിലായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ഓർഡർ ബുക്കാണ് അവർക്ക് നിലവിലുള്ളത്. 1,800 കോടിയുടെ ബിസിനസ് നിലവിൽ അവർക്ക് ഓർഡർ ബുക്ക് നിലവിലുണ്ട്. അവർ 1,800 കോടിയുടെ ഓർഡേഴ്സ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് നിലവിലുണ്ട്.
ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 53% ബിസിനസ്സും എക്സ്പോർട്സ് വഴി 47%ആണ് വരുന്നത്. കമ്പനിയുടെ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ USA-ലും UK, ദുബായ് ആൻഡ് യൂറോപ്യൻ കൺട്രീസിലെല്ലാം അവരുടെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, അവർക്ക് March 31, 2024 വരെ കമ്പനി ഹാസ് ഫയൽഡ് 374 ഗ്ലോബൽ IPRs ഇൻക്ലൂഡിങ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഇൻ ഇന്ത്യ. ഓക്കെ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് തന്നെ അവർക്ക് 374 ഗ്ലോബൽ റൈറ്റ്സ് അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഗ്രോത്ത് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഈസ് ഫോക്കസ് ഓൺ ഡെവലപ്പ് എനർജി ട്രാൻസിഷൻ ടെക്നോളജീസ് ഇൻക്ലൂഡിങ് കാർബൺ ഡയോക്സൈഡ് ബേസ്ഡ് എനർജി സ്റ്റോറേജ് സൊല്യൂഷൻ. എ കീ എക്സ്പാൻഷൻ പ്രോജക്റ്റ് ഈസ് 2.9 ബില്യൺ ലോങ് ഡ്യൂറേഷൻ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ്. അവിടെ എക്സ്പാൻഷൻ പ്ലാൻസും ടെക്നിക്കൽ ടേംസ് ആണ്, അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെവന്യൂ ടർബൈൻ്റെ ചാർട്ടിലേക്കൊന്ന് പോയി വരാം. ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 884 ആയിരുന്നു. തിരിച്ച് ശേഷം മാർക്കറ്റ് ഒരു കറക്ഷൻ തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 49-50% കറക്ഷൻ തന്നു. തിരിച്ച് മാർക്കറ്റ് എന്നിട്ട് റിക്കവർ ചെയ്തു. ആൻഡ് നൗ ഇറ്റ്സ് ട്രേഡിങ് ഇൻ ഓൾമോസ്റ്റ് 581 റുപ്പീസാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ നിന്നാണ് കളിക്കുന്നത്. സോ ഈ സോണിൽ നിന്നൊരു ബ്രേക്കൗട്ട് തരുകയാണെങ്കിൽ ഒരു 722 മുകളിൽ ഇത് ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ട്രേഡ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ, ഇന്നലത്തെ ലാസ്റ്റ് ഡേ ക്യാൻഡിലിൻ്റെ മുകളിൽ ഞാൻ ട്രേഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കും വിത്ത് സ്മോൾ ക്വാണ്ടിറ്റി. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് 548 ആയിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ്റെ കാര്യം നമുക്ക് അറിയത്തില്ല. സ്റ്റോപ്പ് ലോസ് അടിക്കാം അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കാം. അപ്പോൾ ഇതെൻ്റെ മാത്രം സ്റ്റഡി പർപ്പസാണ്. നിങ്ങളാരും ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് ഈ സ്റ്റോക്കുകളെല്ലാം വിലയിരുത്താം, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, താങ്ക് യു.